Good morning, all. Sorry, കേൾക്കാണോ അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ് ആൾ. നമുക്ക് നെക്സ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെ. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? എവിടെ വരെയാണ്? ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? റിവ്യൂവിംഗ് ആണ്. ഓക്കെ, ഓർമ്മയുണ്ട്. നമുക്കറിയാം അല്ലെ, പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജീവനക്കാരുടെ പ്രകടനമാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അതിൽ പറയുന്നത്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് വീണ്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? നമുക്ക് ലാസ്റ്റ് റിവ്യൂവിംഗ് പറയാം. ഓക്കെ, റിവ്യൂവിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവനക്കാരുടെ പ്രകടനം ഇടയ്ക്ക് വിലയിരുത്തണം അല്ലെ. അവർക്ക് കോച്ചിങ് ഒക്കെ കൊടുത്തു, ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന്, അവിടെയുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ അവലോകനം എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് ഇടയ്ക്കിടയ്ക്ക് ഇൻ കേസ് മന്ത്ലി റിവൈസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇയർലി അല്ലെ അവരെ അവലോകനം ചെയ്യുന്ന ഓർഗനൈസേഷനും ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം ചിലപ്പോ ഡെയിലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി എന്താണ് ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വീണോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് വരും. അതേസമയം കുറച്ചും കൂടി അല്ലെ ഇച്ചിരി കൂടിയും നാള് അല്ലെ ഇത്തിരി കൂടിയും പുതിയ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടിയും ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം അത് ഇയർലി അല്ലെ ഒരു കേസ് മന്ത്ലി ആക്കും. ദെൻ വീണ്ടും അത് ഒരു 3 month ഒക്കെ കൂടുമ്പോഴാക്കും. ദെൻ എന്താണ് ഒരു ഇയർലി ബേസിൽ തന്നെ അവര് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ പ്രകടനങ്ങൾ എന്താന്നൊക്കെ ഉള്ളത് വിലയിരുത്തും. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്, റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്. നോക്കാം. At the end of the yearly performance management cycle, there should be an employee reviewer. അതായത് നമ്മളുടെ ഈ ഒരു സൈക്കിൾ അല്ലെ, നമ്മളുടെ ആ ഒരു വാർഷിക പ്രകടനം എന്നുള്ള ഒരു പ്രത്യേകതമായ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇയർലി എൻഡ് ചെയ്യുന്ന ആ ഒരു കാലയളവ്. അപ്പൊ ആ കാലയളവിലെ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ പ്രകടനം എന്താന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. Which is occasionally referred to as a performance appraiser. In case നമുക്കറിയാം അത് അല്ലെ ചില സ്ഥാപനങ്ങളുടെ അവരുടെ രീതി അനുസരിച്ചിട്ട് ഒക്കേഷണലി അത് നടത്തപ്പെടാറുണ്ട്. Generally these are held once a year to look at how well the employee performed during the time frame. അതായത് നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ അവർ എത്രത്തോളം പെർഫോം ചെയ്തു അല്ലെ. നമ്മളൊരു നിശ്ചിത ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവിടെയുള്ള മാനേജ്മെന്റ് ഓരോ എംപ്ലോയിയെയും അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. ആ ലക്ഷ്യം അവർക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടോ അതൊക്കെ നമുക്കറിയാം. ഒരു ഇയർലി ആയിട്ടെങ്കിലും തീർച്ചയായിട്ടും അവലോകനം ചെയ്യണം. ഇൻ കേസ് മന്ത്ലി അവലോകനം ചെയ്യുന്ന ഫേമുകളും ഉണ്ടാകാമെന്നുള്ളത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? ക്ലാസ്സിലേക്ക് വന്നോ? മൈൻഡൊക്കെ ക്ലാസ്സിലേക്ക് വന്നോ? ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെയാണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെയാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. There should be a clear record from previous check-ins to show the employees' progress throughout the year. നമുക്കറിയാം ഒരു വ്യക്തി അല്ലെ, അവിടെയുള്ള ഓരോ എംപ്ലോയിനെയും കുറിച്ചിട്ട് അവരെ വിലയിരുത്തുമ്പോഴും അവർ ഓരോരുത്തരും എങ്ങനെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്തോ. നമുക്കറിയാം ചിലരൊക്കെ എന്താണ് ഉഴപ്പിയിട്ടുണ്ടാവും അല്ലെ, അവരുടെ വർക്കിംഗ് ടൈമിലൊക്കെ ചിലര് ഉഴപ്പിയിട്ടുണ്ടാവും. അതിനുള്ള പ്രകടനമായിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. ചിലരൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ചിലരൊക്കെ നല്ല എഫേർട്ട് എടുത്താലും അവർക്ക് വിചാരിച്ച നേട്ടം നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ഉണ്ടാവില്ലേ? അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വ്യത്യസ്ത പ്രകടനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. There should be clear record from previous check-ins to show the employees progress throughout the year. അപ്പൊ ആ ഒരു വർഷത്തില് അവരുടെ പ്രകടനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. Then the monthly check-ins are to assist the employee with the problem solving, adjusting goals and other future looking tasks. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടു, ചില സ്ഥാപനങ്ങളൊക്കെ മന്ത്ലി തന്നെ ഇങ്ങനെ ഉള്ള പ്രോഗ്രാം അല്ലെ, എന്താണ് പ്രകടനത്തിലെ വേരിയേഷൻസ് എന്താണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള മാറ്റേഴ്സ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് മന്ത്ലി എന്തെങ്കിലും അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് സോൾവിങ് കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം വിലയിരുത്താനായിട്ട് ഇതിലൂടെ സാധിക്കുമെന്നുള്ളത്. The only backward looking process is the performance review to assess the behavior of the previous year. നമുക്കറിയാം തീർച്ചയായിട്ടും ഓരോ വർഷം നമ്മൾ അല്ലെ ഒരു എംപ്ലോയിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് ഒരു വർഷത്തില് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് പതിയെ ആയിരിക്കും പ്രോഗ്രസീവ് ആയിട്ട് വരുന്നത് അല്ലെ. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ എന്താണ് കഴിവുകളെല്ലാം പെട്ടെന്ന് അങ്ങ് ഡിഗ്രീസ് ആയിട്ടുണ്ടാവില്ല, പതിയെ ആയിരിക്കും പിക്കപ്പ് ചെയ്യുന്നത്. പിന്നെ എന്താണ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവുമ്പോൾ അവരുടെ നേട്ടങ്ങൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അവരുടെ പ്രോബ്ലംസുകൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനെ സോൾവ് ചെയ്യാനുള്ള മാർക്കുകളെല്ലാം അവര് എന്താണ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ആവശ്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ റിവ്യൂ ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഒരു പ്രീവിയസ് ഇയറിന്റെ ഒരു ഇതുണ്ട് എങ്കിൽ നമുക്കറിയാം അത് പരിശോധിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ദ ഓൺലി ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് ഇസ് ദ പെർഫോമൻസ് റിവ്യൂ ടു അസസ് ദ ബിഹേവിയർ ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പൊ ആ ഒരു പ്രീവിയസ് ഇയറിനെ വിലമതിച്ചിട്ട് നമുക്ക് ഇപ്പോ ഈ വ്യക്തി, ഈ ഒരു എംപ്ലോയി എത്രത്തോളം നന്നായിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി അല്ലെ. പഴയതിൽ നിന്നും ഇദ്ദേഹം ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നിലുള്ള ടാസ്കുകളെ കുറിച്ച് പരിഗണിച്ചാൽ മാത്രം മതി. ഇതാണ് അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ടു അസസ് ദ ബിഹേവിയർ ടു പ്രീവിയസ് ഇയർ വെച്ചിട്ട് വീണ്ടും അല്ലെ മുന്നിലോട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി. ഇനി എന്തൊക്കെ ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവർക്ക് മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതിൽ തന്നെ റിവ്യൂവിൽ തന്നെ നമുക്ക് നോക്കാം. മറ്റൊരു ഇതും കൂടിയുണ്ട്, അതായത് റിവ്യൂ ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്താണെന്ന് നോക്കാം. നമ്മൾ കണ്ടു ഒരു വ്യക്തിയെ അല്ലെ, അവിടെയുള്ള ഒരു എംപ്ലോയിനെ കുറിച്ചിട്ട് ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ കണ്ടത്. ഇനി മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അല്ലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇൻ കേസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നൊക്കെ ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു കമ്പനിയും വെറുതെ കൊണ്ടുവന്ന് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ സന്നദ്ധരാവോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇല്ലേ അല്ലെ? ലക്ഷ്യങ്ങളുണ്ടാവും. അതെ, അപ്പൊ അവര് അങ്ങനെ വെറുതെ കൊടുക്കാൻ സന്നദ്ധരാവില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമുണ്ടാവും. അപ്പൊ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചോ എന്നുള്ളത് അവര് വിലയിരുത്തും. തീർച്ചയായിട്ടും അത് വിലയിരുത്തിയിട്ട് നല്ല തീർച്ചയായിട്ടും പറ്റിയ ട്രെയിനിങ് ആണെങ്കിൽ അവരത് മഞ്ഞുവേർക്കും അല്ലെ. പുതിയ ഫ്രഷേഴ്സിനൊക്കെ ആ ഒരു ട്രെയിനിങ് കൊടുക്കാനൊക്കെ ആയിട്ട് ആ മാനേജ്മെന്റ് തയ്യാറാവും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഭാഗമാണ് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് to see how well the performance management process worked, it is important for both management and employees to look over the previous year.
ഇങ്ങനെ ആ ഒരു മുൻവർഷത്തെ ആ ഒരു മുൻ കാലഘട്ടത്തിന്റെ പെർഫോമൻസ് മാനേജ്മെന്റ് അതിന്റെ പ്രോസസ്സ് എത്രത്തോളം മികച്ചത് ആണ് എന്ന് കാണാനായിട്ട് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ ജീവനക്കാരും മുൻവർഷങ്ങളിൽ ശ്രദ്ധിക്കും അല്ലെ. ആ ഒരു വിലയിരുത്തൽ നോക്കും. ഓക്കെ, ഈ പ്രാവശ്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇച്ചിരി കൂടി ബെറ്റർ ആക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അവിടുത്തെ എംപ്ലോയിക്കും അവർ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ. തീർച്ചയായിട്ടും അവർക്ക് ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടാവില്ലേ? അവരിൽ നിന്ന് എന്തെങ്കിലും ബെറ്റർ ആണ് എങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അവര് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി ഇമ്പ്രൂവ്ഡ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പനിക്ക് റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അല്ലെ നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള നടപടികളൊക്കെ നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റും ഇവാലുവേറ്റ് ചെയ്യും കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആണ്. നോക്കാം. വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ്പ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ? ഏത് ട്രെയിനിങ് ആണ് ഈ വ്യക്തിക്ക് അല്ലെ പെർഫോം ചെയ്യാനായിട്ട് നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ച ട്രെയിനിങ് ഏതായിരുന്നു? നമുക്കറിയാം എല്ലാ വ്യക്തികൾക്കും അല്ലെ എല്ലാ ട്രെയിനിങ്ങും ആവശ്യമായിട്ട് വേണ്ടി വരില്ല, ഉണ്ടാവില്ല അല്ലെ. ചിലർക്കൊക്കെ ചില ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഉണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ സ്പീഡിൽ ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട്. അവർക്ക് വർക്കിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ സ്പീഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ചിലർക്ക് വർക്കിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ ചെയ്യാനായിട്ട് അറിയാം. അവർക്ക് ബേസിക് അറിവ് നോളജ് ആയിരിക്കില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്കും ഓരോ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് ഏത് ട്രെയിനിങ് ആണ് ഈ ഒരു എംപ്ലോയിക്ക് എന്താണ് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഒരു വ്യക്തമായ ചോദ്യം തന്നെയാണ്. വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ്പ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഹൗ ഡിഡ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക് ഹെൽപ്പ് ഇഫ് നോട്ട് വൈ? അതായത് ഈ ഫീഡ്ബാക്ക് കൊണ്ട് എന്തെങ്കിലും അല്ലെ ഗുണം കിട്ടിയോ? നമ്മളിപ്പോ ഈ പറഞ്ഞോളം ചെക്ക് ചെയ്തിട്ട് വാലുവേറ്റ് ഒക്കെ ചെയ്യുന്നത് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടി ബെറ്റർ ആക്കി മാറ്റാനായിട്ട് സാധിച്ചിരിക്കും അല്ലെ. അങ്ങനെ കഴിയുമെന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ലക്ഷ്യം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാനേജ്മെന്റിന് ഈ ഫീഡ്ബാക്ക് കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നോ? കേസ് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് അതിന് സാധ്യമായില്ല അല്ലെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ന്യായീകരണമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഭാഗത്തു നിന്നൊക്കെ ഒരു ചിന്താത്മകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവര് അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് മെറ്റ് ഇഫ് നോട്ട് വൈ? അതായത് വ്യക്തിപരമായിട്ട് അവരുടെ എന്തെങ്കിലും അല്ലെ ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ട് സാധിച്ചോ? അതേമാതിരി തന്നെ ആ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിച്ചോ അല്ലെ. ഈ വ്യക്തിയെ നമ്മൾ ഓരോരുത്തരെയും ജോലി ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ജോലി ചെയ്യാൻ പോകുന്ന എംപ്ലോയിക്കും കുറെ ലക്ഷ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനും കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഉണ്ടാവില്ലേ? വെറുതെ ആരെങ്കിലും ജോലി എടുക്കാൻ പോകുമോ? ഇല്ല. അവർക്ക് ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്, ഒപ്പം തന്നെ ലക്ഷ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഓർഗനൈസേഷനും ഈ വ്യക്തിയെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോഴും ഓർഗനൈസേഷനും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ലക്ഷ്യങ്ങൾ അവര് നേടിയെടുക്കാനായിട്ട് സാധിച്ചോ? അവരെ കൊണ്ട് അവിടെ ആ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവര് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ? ഒപ്പം മാനേജ്മെന്റിനും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. ഇഫ് നോട്ട് വൈ? എന്തുകൊണ്ട്? എന്താണ്? ഹൗ കുഡ് ദ പ്രോസസ് ബി മെയ്ഡ് ബെറ്റർ? എങ്ങനെയാണ് ഇത് ഇച്ചിരി കൂടി അല്ലെ ഏത് രീതിയിൽ പ്രക്രിയ ഇച്ചിരി കൂടി ബെറ്റർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും അല്ലെ. ഏത് രീതിയിൽ കൂടിയാണ് അതായത് ഇവരെ കൊണ്ട് നടപ്പാക്കുന്ന ഈ ഡ്യൂട്ടി ഏത് രീതിയിൽ കൂടെ ഇച്ചിരി കൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും? ഏതെങ്കിലും ട്രെയിനിങ് കൊടുക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഡ്യൂട്ടി ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? അതാണ് അടുത്തതായിട്ട് വരുന്നത്. Then what the challenge did the employee face? എന്തെങ്കിലും വെല്ലുവിളി ഈ എന്താണ് ഈ എംപ്ലോയിക്ക് നേരിടേണ്ടതായിട്ട് വന്നോ? നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് ചില വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരും. ചിലര് അതിൽ തകർന്നു പോകും അല്ലെ. അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ചിലര് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യും അല്ലെ. കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ അത് സ്വീകാര്യമാക്കി അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെങ്കിലും വെല്ലുവിളി ഈ വ്യക്തിക്ക് നേരിടേണ്ടതായിട്ട് വന്നുപോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നുപോ എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് ചോദ്യം വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് വാസ് ദ ടൈം സ്പെൻഡ് ഓൺ ദിസ് പ്രോസസ് എഫക്റ്റീവ്? അതായത് ഈ പ്രക്രിയക്ക് അല്ലെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലിക്ക് ചെലവഴിച്ച സമയം അത്
ഫലപ്രദമായിട്ട് തന്നെ ചെലവഴിക്കാനായിട്ട് സാധിച്ചോ? വാസ് ദ ടൈം സ്പെൻഡ് ഓൺ ദിസ് പ്രോസസ് എഫക്റ്റീവ്, അല്ലെ? പ്രോസസ് എന്ന് പറയുമ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ആ സമയം അത് എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചു. നമുക്കറിയാം അവർ ജോലി ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ജോലി ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ഗുണം കമ്പനിക്ക് ഉണ്ടാവില്ല, അല്ലെ? അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുകയാണെങ്കിലാണ് കമ്പനിക്ക് നേട്ടം ഉണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രോസസ് എഫക്റ്റീവായിട്ട് ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട്, കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈ അവലോകനങ്ങളിൽ അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളും കൂടി വരുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള അവലോകനം നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനനുസരിച്ചുള്ള ഒരു തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ട്. ഒപ്പം തന്നെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിരിക്കും ഏതൊരു ഓർഗനൈസേഷനും ശ്രമിക്കുക. ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണ്. ആരെങ്കിലും വായിച്ചു നോക്കുമ്പോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ക്ലിയർ ആണ് അല്ലെ? നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോക്കാം, ഇനി നെക്സ്റ്റ് നോക്കാം, കണ്ടിന്യൂ ചെയ്യാറോ? റിവ്യൂ ഓവറോൾ ഗോൾ കംപ്ലീഷൻ. ഓക്കെ, ആ ഗോള് നമ്മളുടെ മുഴുവനായിട്ട് അല്ലെ മൊത്തത്തിലുള്ള ലക്ഷ്യം ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചുവോ എന്നുള്ളത് നമുക്കറിയാം. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംപ്ലോയിനെയൊക്കെ ഏർപ്പെടുത്തി ചെയ്യുമ്പോൾ അവര് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ നന്നായിട്ട് അവർ ഉദ്ദേശിച്ച ഓർഗനൈസേഷൻ ഉദ്ദേശിച്ച രീതിയിൽ നല്ല ഫുൾ എഫേർട്ടോട് കൂടിയിട്ട് നേരത്തെ തന്നെ അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടോ, അല്ലെ? ലക്ഷ്യം സാധിക്കുക എന്നുള്ളത് അതിന്റെ ടൈമും കൂടിയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിശ്ചിത സമയത്തിനുള്ളിൽ നല്ല മാക്സിമം റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലാണ് അത് ഏറ്റവും ബെറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ റിവ്യൂയിങ് ഓവറോൾ ഗോൾ കംപ്ലീഷന്റെ കാര്യമാണ് നോക്കുന്നത്. ഓഫ് കോഴ്സ് വൺ ഓഫ് ദ കീ ക്വസ്റ്റ്യൻ ടു ആൻസർ ഈസ് ഡിഡ് ദ എംപ്ലോയി റീച്ച് ദെയർ ഗോൾ? അവർക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു, അല്ലെ? അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Then how efficiently did the employee succeed at the task given to them throughout the year? ആ ഇയറിനുള്ളിൽ തന്നെ എത്രത്തോളം അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ അവർക്ക് ആ വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചു? ആ സമയത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചോ? അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള വർക്ക് കൊണ്ടാണോ അവരത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്? അവര് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ പറ്റിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ദെൻ എന്താണ് അത് പ്രധാനമായിട്ടും ഉള്ളത് കൊണ്ടാണ് ആ ഇയറിനുള്ളിൽ തന്നെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വീണ്ടും റിവ്യൂ ഓവറോൾ ഗോൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ലുക്ക് both at the smaller and the bigger objectives and this can give a clue to problem areas where training or interventions can be implemented. അതായത് നമുക്കറിയാം ചിലപ്പോ അല്ലെ ഒരു ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊന്നൊക്കെ അല്ലെ വലിയ ചെറിയ കടമകളെല്ലാം വലിയ കുഴപ്പമില്ലാതെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ അവർക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ചിലപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ. പക്ഷേ ചില സമയങ്ങളിലെല്ലാം ഇവർക്ക് എന്താണ് പാളിച്ചകൾ വന്നിട്ടുണ്ടാവും, അല്ലെ? ചില മാറ്റേഴ്സുകളെല്ലാം ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ എന്താണ് ചില ട്രെയിനിങ്ങുകളുടെ ഒക്കെ ആവശ്യം വന്നിട്ടുണ്ടാവും, അല്ലെ? ചില പ്രോബ്ലംസ് അറൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ചില ചലഞ്ചുകൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആ ചലഞ്ചുകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും, നടപ്പാക്കിയിട്ടുണ്ടാവും. ചില ട്രെയിനിങ്ങുകളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഓവറോൾ കംപ്ലീഷൻ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഇയറിൽ ആ വ്യക്തിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചുവോ, അത് എങ്ങനെ അല്ലെ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ടാണ് സാധിച്ചത്, അതിനിടയ്ക്ക് എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജ് ഒക്കെ ഇവരുടെ വെല്ലുവിളി നേരിടാനായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവലോകനം ചെയ്യുന്നതാണ്
റിവ്യൂ ഓവറോൾ ഗോൾ ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. Okay, it is crucial to look both at the smaller and the bigger objectives, and this can give a clue to problem areas. In case നമുക്കറിയാം challenges face ചെയ്യേണ്ടതാണ് അല്ലെ, where training or interventions can be implemented. അപ്പൊ നമുക്കറിയാം ചില ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളോ അവർ നടപ്പാക്കി കൊടുത്തിട്ടായിരിക്കും ഇവരെ കൊണ്ട് ഈ ഡ്യൂട്ടി ചെയ്യിക്കാനായിട്ട് സാധ്യമായത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കറിയാം അവലോകനം ചെയ്യുമ്പോൾ ഇവരുടെ ഈ പ്രോഗ്രസീവ് ചാർട്ടിൽ ഇതും കൂടി ഉൾപ്പെടും അല്ലെ? അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആയോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ഹലോ, നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ? ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്തു. അപ്പൊ ഇനി നിങ്ങളുടെ അവിടെയും അങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്തോ? എല്ലാവരുടെയും ക്ലിയർ ആണ്. ഓക്കെ, ഇവിടുന്ന് വിട്ടുപോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ഓക്കെ, നമ്മളിപ്പോ കറക്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ആക്ഷൻ എടുത്ത് കാണണമെന്നില്ല. നോക്കാം. എന്താണ് എ കീ പാർട്ട് ഓഫ് ദ റിവ്യൂ ഈസ് ടു ഗിവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്. നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഓരോന്നിന്റെയും ഫീഡ്ബാക്ക് അവരിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും. സാധാരണയായിട്ട് തൊഴിലാളികളിൽ നിന്ന് അവരെ ഏൽപ്പിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് ചലഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ ആ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴെന്താണ് അവരിൽ നിന്ന് ആ ട്രെയിനിങ് കൊടുക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് ഫീഡ്ബാക്ക് ഒക്കെ അവർ ചോദിച്ചറിയാം അല്ലെ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ചോദിച്ചറിയും. Management should provide actionable feedback for the employees so that they can identify areas for improvement in their future performance. നമുക്കറിയാം ഒരു നേരത്തെയൊക്കെ നമ്മൾ അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ലക്ഷ്യമിടുന്നതെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതിലേക്ക് തലത്തിലേക്ക് വരുമ്പോൾ ഈ ഫീഡ്ബാക്കിൽ നിന്ന് അവരുടെ വെല്ലുവിളികളൊക്കെ നേരിടാൻ ഇവർ സജ്ജമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് മാനേജ്മെന്റ് പിന്നെയും ഒരു ലക്ഷ്യത്തിലേക്ക് പോകും. എന്താണ് അവർക്ക് ഇച്ചിരിയും കൂടി അല്ലെ, നമുക്കറിയാം ഫ്യൂച്ചറിനെയും കൂടി ഒന്നും കൂടി ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ടാണ് മാനേജ്മെന്റ് പറയുന്നത് മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ഫോർ ദ എംപ്ലോയീസ് സോ that they can identify areas for improvement in their future performance. അപ്പൊ ചിലയിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടാവും അല്ലെ. ആ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചറിയുമ്പോൾ അവർക്ക് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, സ്ട്രഗിൾ ഇല്ലാതെ അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ ആക്ഷനബിൾ ആയിട്ട് തന്നെ ആ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് തയ്യാറാകും. ദെൻ എന്താണ് ഫ്യൂച്ചറിന്റെ പെർഫോമൻസ് ഒന്നും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ അവര് സ്വീകരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു പ്രധാനപ്പെട്ട ദിശയാണ് ഫീഡ്ബാക്ക് നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. ദ എംപ്ലോയി ഷുഡ് ഓൾസോ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ഫീഡ്ബാക്ക് ഓൺ ദ പ്രോസസ് ആൻഡ് ഹൗ മാനേജ്മെന്റ് ക്യാൻ ഡു ബെറ്റർ ഓൺ ദെയർ എൻഡ്. നമുക്കറിയാം മാനേജ്മെന്റ് ജീവനക്കാർക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഫീഡ്ബാക്ക് നൽകണം എന്നുള്ളത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്താണ്? അവർക്ക് പുരോഗതി ഇനിയും കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അല്ലെ. അപ്പൊ അതിലൂടെ അവർക്ക് അവരുടെ ഭാവിയിലെ പ്രകടനത്തിലെ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലായിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. നമുക്കറിയാം ചില ട്രെയിനിങ് ഒക്കെ ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവരിൽ നിന്ന് ബെറ്റർ റിസൾട്ട് ഇല്ല എങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡ്യൂട്ടി പേഴ്സൺസിലൊന്നും അവരത് പ്രൊവൈഡ് ചെയ്യില്ല. അതേസമയം ഇവർക്ക് ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് അല്ലെ അവരെ ഫോളോ ചെയ്യുന്ന അടുത്ത ഡ്യൂട്ടിക്കാർക്കും ഇത് കൊടുക്കാനായിട്ട് ഇവർ തയ്യാറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇവര് ഭാവിയിൽ ലക്ഷ്യമിടുന്നുണ്ട് ഇവരിൽ നിന്ന് കൊടുക്കുന്ന ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇവർക്ക് നല്ല ഫ്ലോ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു എയിം അല്ലെ, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമെന്നുണ്ട്. തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എപ്പോഴും എന്താണ് ഫ്യൂച്ചറിനെ അവർ ഫോക്കസ് ചെയ്യും ഇല്ലേ? ചെയ്യോ? ഒരു ഫ്യൂച്ചർ അപ്പം മാത്രം ലക്ഷ്യം നേടിയ ഓക്കെ ചെയ്യും അല്ലെ. അവര് ലക്ഷ്യം അപ്പം ഉള്ള കാര്യങ്ങൾ മാത്രം കൺഫേം അല്ലെ തീരുമാനമാക്കണമെന്നായിരിക്കില്ല അവരുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഭാവിയും കൂടി എപ്പോഴും അവരെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും
ഇത്തരം നടപടികളൊക്കെ കൊടുക്കുന്നത്, അല്ലെ, സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മറ്റൊരു ആക്ഷൻ പ്രവർത്തനമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുമ്പോ ഒക്കെയാണ്, അല്ലെ. അപ്പൊ ഇവര് എല്ലാവരും, അല്ലെ, ഇവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ ഓക്കെ, നിങ്ങൾ പല പല ഇമോജികൾ കാണുന്നുണ്ട്. എല്ലാവരും ഓക്കെ എന്നുള്ള ഒരു ഇമോജി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് അതിൽ എന്തായാലും നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നെക്സ്റ്റ് ഒരു ആക്ഷനിലേക്ക് വരുന്നത് എന്നുള്ളത്, നമ്മളിപ്പോ അവിടെയുള്ള പെർഫോമൻസുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെ, ഇയർലി മന്ത്ലി ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കറക്ഷൻ ഒക്കെ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത്, അല്ലെ, അവരെ ഒരു കറക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി മാനേജ്മെന്റ് കൊടുക്കും, ഉണ്ടാവില്ലേ? അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കൂടി സാലറി ഒക്കെ കൂട്ടിക്കൊടുത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അല്ലെ, മോണിറ്ററി അല്ലാത്ത റിവാർഡ്സുകളൊക്കെ കൊടുത്ത് അവരെ കുറച്ചും കൂടി, അല്ലെ, ആ ഒരു ജോലിയിൽ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള ഇത് ഉണ്ടാവില്ലേ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്? ഉണ്ടാകും, അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഏതൊരു സ്ഥാപനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് ട്രെയിനിങ്ങും ബാക്കി സംഭവങ്ങൾ മാത്രം അവിടെ ജോലി ചെയ്യാനായിട്ട് അവർ തൃപ്തരാകണമെന്നില്ല, അല്ലെ. മറ്റു പലതിനെയും കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവിടെയുള്ള എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ഷനിൽ പറയുന്നത്. നോക്കാം, റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. നോക്കാം, the final step of the performance management process is the reward and recognition. നോക്കാം, അതിൽ പ്രധാനമായിട്ടും റിവാർഡ് കൊടുക്കുക എന്നുള്ളത് ചില, അല്ലെ, നമുക്കറിയാം മോണിറ്ററി ആയിട്ടുള്ള റിവാർഡുകളുണ്ട്, അല്ലാതെ, അല്ലെ, നോൺ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡുകളുണ്ട്. This step is absolutely key. Employees will stay unmotivated if they are not given a reason to be. അതായത് ഇൻ കേസ് അവരെങ്ങനെ എന്താ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ആദ്യം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ട്രെയിനിങ് കിട്ടും. അവര് ഒന്ന് ബെറ്റർ ആയി കഴിയുമ്പോഴേക്കും ഓക്കെ, അതില് ഓക്കെ ആയി കഴിയുമ്പോഴേക്കും അടുത്ത ട്രെയിനിങ് കിട്ടും. അപ്പൊ അതും കൂടി പഠിച്ച് കുറച്ചും കൂടി, അല്ലെ, പ്രോഗ്രസീവ് ആയിട്ട് ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. വീണ്ടും അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും മേൻ ചെയ്ത് പഠിച്ച് എടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത ട്രെയിനിങ് കിട്ടും, അല്ലെ, അടുത്ത ട്രെയിനിങ് പാക്കേജ് കിട്ടും. അപ്പൊ നമുക്കറിയാം എംപ്ലോയീസിന് അവരുടെ സ്കില്ലും നോളജും വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്, ഇല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ അവരെ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, അല്ലേ, ശരിയല്ലേ? പക്ഷെ എപ്പോഴും ഇങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം ഓരോ എംപ്ലോയീസും ആഗ്രഹിക്കുന്നില്ല, അല്ലെ. അത് മാത്രം എന്താണ്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് എംപ്ലോയീസ് ആഗ്രഹിക്കില്ല. ചില കാര്യങ്ങൾ കൂടി, അല്ലെ, ചില കാര്യങ്ങൾ കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതാണ് ഇവർ പറയുന്നത്, ദിസ് സ്റ്റെപ്പ് ഈസ് അബ്സല്യൂട്ട്ലി കീ. എംപ്ലോയീസ് വിൽ സ്റ്റേ അൺമോട്ടിവേറ്റഡ്. അതായത് അവർക്ക് അതില്, അല്ലെ, നമ്മൾക്ക് നിൽക്കാനായിട്ട് പ്രയാസമായിരിക്കും. ഇങ്ങനെ ട്രെയിനിങ്ങും പണിയെടുപ്പിക്കലും മാത്രമാകുമ്പോൾ അവിടെ നിൽക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇഫ് ദേ ആർ നോട്ട് ഗിവൻ എ റീസൺ ടു ബി, അതിന് പല പല കാര്യങ്ങളുണ്ടാവും, അല്ലെ. ദിസ് ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി മോണിറ്ററി, ഓൾദോ ഇറ്റ് ലൈക്ലി ബി ഇൻക്ലൂഡ് മോണിറ്ററി കോമ്പൻസേഷൻ. അതായത് ഈ പ്രതിഫലം, അല്ലെ, ഈ ഒരു രീതി അനുസരിച്ചിട്ട് ജീവനക്കാർക്ക് ഒരു, അല്ലെ, ഒരു കാരണം കൂടി നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ അവരവിടെ നിൽക്കാനായിട്ട് പ്രചോദിതമാകാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോഴെന്താണ്, പണപരമായിട്ടുള്ള എന്തെങ്കിലും മൂല്യങ്ങൾ അവരോടൊപ്പം കൊടുക്കണമെന്നുള്ള സാധ്യത കൂടിയുണ്ട്, അല്ലെ. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടിക്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാവും. Then other rewards that include be given are new projects, company wide recognition, time off or leadership opportunities. ചിലപ്പോൾ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് പണപരമായിട്ടുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. എന്താണ്, ചില എംപ്ലോയീസിന് ചില രീതിയിൽ, അതായത് പുതിയൊരു പ്രൊജക്റ്റിലൊക്കെ പങ്കാളിയാക്കുക, അല്ലെങ്കിൽ കമ്പനിയിൽ, അല്ലെ, കുറച്ച് അംഗീകാരങ്ങൾ കൊടുക്കുക, അവിടെ തന്നെ കമ്പനിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മീറ്റിംഗിൽ പങ്കാളിയാകാനോ നേതൃത്വം നിരയെ വഹിക്കാനോ, അല്ലെ, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ, അല്ലെങ്കിൽ എന്താണ് ലീവ്, അല്ലെ, ടൈം ഓഫ് ആയിട്ടുള്ള ലീവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഇപ്പൊ കുറച്ച്, അല്ലെ, ഈ ട്രെയിനിങ് ഒക്കെ കിട്ടി ഈ വർക്കൊക്കെ പ്രോഗ്രസീവ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച്, അല്ലെ, 2 ദിവസത്തേക്കൊക്കെ ലീവ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴെന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആവും, ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എപ്പോഴെപ്പോഴും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മാത്രമായിരിക്കും അവർക്ക് ഇഷ്ടം, ഉണ്ടാവും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളത്
പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു അവധി സമയങ്ങളൊക്കെ കൂടുതൽ അനുവദിച്ചു കൊടുക്കുക, നേതൃത്വ നിരയില് സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കമ്പനിയിലെ മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റിലൊക്കെ പങ്കാളിയാക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവർക്ക് കമ്പനിയിൽ പോകണം, വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്താണ് സ്വമേധയാ അവരുടെ മോട്ടിവേഷൻ ആയിട്ട് തന്നെ സ്വമേധയാ അവർക്ക് താല്പര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അവര് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകും. അപ്പൊ ഇവിടെ എന്താണ് ഈ ആക്ഷനിലെ പ്രധാനമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, മോണിറ്ററി ആയിട്ടുള്ള റിവാർഡ്സുകൾ കൊടുക്കുക, അതായത് ഇൻസെന്റീവ്സോ സാലറി കൂട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതല്ലാതെ തരത്തിലുള്ള മോട്ടിവേഷൻസും ഈ ഒരു എംപ്ലോയീസിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം, കണ്ടിന്യൂ ചെയ്യാം. സെറ്റിംഗ് ദ സ്റ്റേജ് ഓഫ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. നമ്മൾ ഇനി അടുത്ത ഇയറിലേക്ക് അല്ലെ, നമ്മുടെ എൻഡിങ് ഇയറിലേക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അടുത്ത ഇയറിലേക്കൊക്കെ നമ്മൾ ഒരു അല്ലെ ഒരു എന്താ രേഖ അല്ലെ അത് തയ്യാറാക്കുന്നത്, കരട് തയ്യാറാക്കാന്നൊക്കെ പറയില്ലേ. നോക്കുക, ദ എൻഡ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ, our management and the employees a final chance to offer feedback on the process as a whole and seek out the and feedback for the planning stage for the upcoming years cycle. അതായത് പുതിയ ഇതിലേക്ക് വേണ്ടിയിട്ട് അല്ലെ, പുതിയ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം ഈ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ അവര് ഒന്നിച്ചിരുന്ന തീരുമാനങ്ങൾ അവലോകനങ്ങളൊക്കെ നടത്തി എന്താണ് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ നമ്മൾ നേരത്തെ കണ്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് അതിന്റെ എല്ലാത്തിന്റെയും ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞിട്ട് പുതിയൊരു ഇയറിലേക്ക് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ ഉള്ള ആസൂത്രണം ചെയ്യുക എന്നതാണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ആ സർക്കിൾ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. Okay, the end of the performance management cycle offer management and employees a final chance to offer feedback on the process as well of all and seek thought and feedback. അല്ലെ, നമ്മള് മൊത്തത്തിൽ അവലോകനം ചെയ്യുകയാണ് ആ ഒരു വർഷം, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും നമുക്കറിയാം മാനേജ്മെന്റും എംപ്ലോയീസും ഒന്നിച്ചിരുന്നിട്ടാണ് അവലോകനം ചെയ്യുന്നത്. ഇങ്ങനെ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ പിന്നീടുള്ള അല്ലെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ആൻഡ് ഫീഡ്ബാക്ക് ഫോർ ദ പ്ലാനിങ് സ്റ്റേജ് ഫോർ ദ അപ്കമിങ് ഇയേഴ്സ് സൈക്കിൾ അല്ലെ, പുതിയ ഒരു ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ലാസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് ഈ സൈക്കിളിന്റെ അവസാനത്തെ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അതാണ് ലാസ്റ്റ് ഇതില് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. സെയിം തന്നെയാണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. അതിന്റെ തന്നെ മറ്റു ഡിഫറൻസ്, മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. സെയിം ഇതുകളൊക്കെ തന്നെയാണ്, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കൂടി അതിനെ എലാബറേറ്റ് ചെയ്ത് വിവരിച്ച് പറയുന്നുണ്ടെന്ന് മാത്രം. ആ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കും. സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, നമുക്കറിയാം വിലയിരുത്തലും അതേമാതിരി തന്നെ അവിടെയുള്ള മാനേജ്മെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളും അല്ലെ. നമ്മുടെ പ്രകടനം വിലയിരുത്തലും അവിടുത്തെ മാനേജ്മെന്റിന്റെ പെർഫോമൻസും ആണ് അല്ലെ ഇവിടെ എടുത്ത് പറയുന്ന രണ്ട് ഡിഫറൻസുകൾ. ഇപ്പൊ ബേസിക് ഓഫ് കമ്പാരിസൺ നമുക്ക് എടുത്ത് നോക്കാം. മീനിങ് അല്ലെ, ഓരോന്നിന്റെ മീനിങ് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ അല്ലെ. പെർഫോമൻസ് അപ്രൈസൽ നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് the analysis of an employee's performance and their caliber for future growth and development. അതായത് അവിടെയുള്ള എംപ്ലോയീസിന്റെ അനലൈസേഷൻ അല്ലെ. അവിടെ മൊത്തത്തിലുള്ളതല്ല അവിടെ വരുന്നത്. അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും പ്രകടനം അത് എത്രത്തോളം നന്നായിട്ട് തന്നെ അവരുടെ പ്രകടനം ഓരോ വ്യക്തിക്കും കൊടുത്ത ജോലി അല്ലെ, അത് എത്രത്തോളം നന്നായിട്ട് തന്നെ അവർക്ക് വർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു, പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ദെയർ കാലിബർ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു വ്യക്തിയെ കൊണ്ട് അല്ലെ ഭാവിയിൽ ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു വിലയിരുത്തലും കൂടിയാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഈ വ്യക്തിക്ക് അതിനാവശ്യമായിട്ടുള്ള കഴിവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. their caliber for future growth and development. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് എത്രത്തോളം കഴിവുണ്ട് അല്ലെ, കൊടുത്തതനുസരിച്ചിട്ട് അവർക്ക് കൊടുത്ത ട്രെയിനിങ് ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചോ, വികസിച്ചോ, അല്ലെങ്കിൽ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചോ എന്ന് പ്രധാനമായിട്ടും വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത്. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രകടനം അല്ലെ, ആ വ്യക്തി ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി എത്ര നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, അവർക്ക് കൊടുത്ത ട്രെയിനിങ് അത് എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വിനിയോഗിക്കാൻ സാധിച്ചു, ഭാവിയിലേക്ക് ഈ വ്യക്തിക്ക് അല്ലെ അവരുടെ നോളജും അതേമാതിരി തന്നെ സ്കില്ലും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള വിലയിരുത്തലാണ് പെർഫോമൻസ് അപ്രൈസലിൽ പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഹെഡിങ് എന്നുള്ളത്, എന്താണ് ആ മീനിങ് എന്നുള്ളത് ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കി ഒന്ന് മനസ്സിരുത്തി വായിച്ചാലാണ് ഒന്ന് ക്യാച്ച് ചെയ്യാം. നോക്കാം. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ആ വ്യക്തിയുടെ പ്രകടനം, വർക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രകടനം. മറ്റൊന്ന് ഭാവിയിൽ ആ വ്യക്തിക്ക് അല്ലെ ഭാവിയെ കൺസിഡർ ചെയ്തിട്ടാണ് ആ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ അല്ലെ വളരാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു വിലയിരുത്തലും കൂടി. ഈ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് നമുക്കറിയാം ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് അത് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. ചിലര് ആ ട്രെയിനിങ്ങിൽ നിന്ന് കുറച്ച് നോളജും സ്കില്ലൊക്കെ നേടിയെടുക്കാനായിട്ട് സന്നദ്ധരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും കുറച്ച് വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് വീണ്ടും ചില ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇല്ലേ. അതാണ് പെർഫോമൻസ് അപ്രൈസലില് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Performance appraisal means the analysis of an employee's performance and their caliber for future growth and development. Clear ആണോ? കേണോ? ഒരാളുടെ മാത്രമൊക്കെ കിട്ടിയുള്ളൂ. ക്ലിയർ ആണോ? എന്നെ പറയേണ്ടതുണ്ടോ? ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നോക്കാം എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ വിലയിരുത്തലാണ്. ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്ത് നിങ്ങൾ നോക്കാം, ആ വ്യക്തിയുടെ ഡെവലപ്മെന്റ് ആണ് വിലയിരുത്തുന്നത്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റിൽ നോക്കാം. അവിടെയുള്ള എംപ്ലോയീസിനെ മാറ്റി നിർത്തിയിട്ട് അവിടെയുള്ള ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അവിടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള മൊത്തത്തിലുള്ള ഹ്യൂമന്റെ ആ ഒരു അല്ലെ അവിടെയുള്ള ആ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് ആണ് അവിടെ പ്രധാനമായിട്ടും. അവിടെ അവരുടെ മൊത്തത്തിലുള്ള പ്രകടനമാണ് അവിടെ പ്രധാനമായിട്ടും
വിലയിരുത്തുന്നത്. ഓക്കെ, പെർഫോമൻസ് എന്താണ്? പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് performance management is the management of human resources in an organization. ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഹ്യൂമന്റെ ഓരോ അല്ലെ എത്രത്തോളം ഹ്യൂമൻ ഉണ്ടോ ആ ഹ്യൂമന്റെ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണ്. അവിടെ ഒറ്റയ്ക്ക് ഓരോ വ്യക്തിയെ നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല അല്ലെ. ഓരോ വ്യക്തിയുടെയും പ്രകടനമല്ല, മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഭാഗത്ത് എടുത്തു പറയുന്നത്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ മാനവ വിഭവശേഷിയുടെ മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ, അതായത് അവിടെയുള്ള മാനുഷിക വിഭവശേഷിയുടെ മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അവിടെയുള്ള ഓരോ തൊഴിലാളിയുടെയും പ്രകടനം, അത് ഭാവിയിൽ ആ വ്യക്തിക്ക് വളർച്ചയുണ്ടാകുമോ, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പ്രത്യേകമായിട്ടുള്ള വിലയിരുത്തലാണ് പെർഫോമൻസ് അപ്രൈസലിൽ പറയുന്നത്. ക്ലിയർ ആയ? തൊഴിലാളികളെയാണ് അവിടെ വിലയിരുത്തുന്നത്, മറ്റത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മൊത്തത്തിലാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ടും കുറച്ച് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെ, കുറച്ചു പേരൊക്കെ കട്ട് ചെയ്ത് കളയാനും കുറച്ച് നല്ല അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഓരോ വ്യക്തിക്കും അല്ലെ ഓരോ വ്യക്തിയും അന്ന് ഇൻഡിവിജ്വലി ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? വ്യക്തിപരമായിട്ടാണ് അവിടെ പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത്. ക്ലിയർ ആയോ? അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം എടുത്തത് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ഓരോരുത്തരെയാണ് വിലയിരുത്തുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ അവിടെയുള്ള മാനവ വിഭവശേഷിയുടെ മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നത്. then എന്താണ് വാട്ട് ഈസ്, അതായത് വാട്ട് ഈസ് ഇറ്റ് ഈസ് എ സിസ്റ്റം, അതായത് ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതെന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക്. ഇൻ കേസ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും മുമ്പ് ഇത് പഠിപ്പിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടി ലോജിക്കലായിട്ട് ഇത് പഠിക്കാനായിട്ട് എളുപ്പം. ഞാൻ എന്നാ ഇത് പഠിപ്പിക്കട്ടെ. ഈ ഒരു പാരഗ്രാഫ് ഇത് പഠിപ്പിച്ച് ഈ പോർഷൻ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് നമ്മളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ആയതുകൊണ്ട് എന്താണ് ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. The major difference between a performance appraisal and a performance management are first one പറയുന്നു an organized way of analyzing the performance and potential of employees for their future growth and development is known as performance appraisal. അതായത് അവിടെ അല്ലെ ജീവനക്കാരുടെ ഭാവിയും വളർച്ചയും അതിന്റെ വികസനത്തിനായിട്ട് അവിടെ ഓരോ വ്യക്തിയുമാണ് കൺസിഡർ ചെയ്ത് അവരുടെ പ്രകടനങ്ങളും സാധ്യതകളും അത് വിശകലനം ചെയ്യുക അല്ലെ. അവിടെ ഓരോ വ്യക്തിയും എങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയോ അല്ലെ. ഇൻ കേസ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് എഫേർട്ടായിട്ട് നന്നായിട്ട് അത് ഉപയോഗിക്കാൻ സാധിച്ചുവോ. അപ്പൊ ഇൻ കേസ് ഇവരെ കൊണ്ട് അല്ലെ ഭാവിയിലും എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ നോളജും അല്ലെങ്കിൽ സ്കില്ലും കഴിവും വളർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത്. ഓക്കെ, അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The complete process of managing the human resources of the organization is known as performance management. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിൽ അല്ലെ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള മാൻ പവറിനെ അതിനെ മാനേജ് ചെയ്യുക. നമുക്കറിയാം അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ഒരുപാടുണ്ട് അല്ലെ. അവിടെ ഒരുപാട് എംപ്ലോയീസിനെ അവിടെ മൊത്തത്തിൽ അവലോകനം ചെയ്യുക, അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളാണ് അവിടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക. പക്ഷെ ഓരോ സെക്ഷനിലുള്ള ഓരോരുത്തരെയും വിലയിരുത്തുന്ന ഒരു പ്രകടനങ്ങളൊക്കെ എവിടെ ഉണ്ടാവാം, അത് പെർഫോമൻസ് അപ്രൈസലിലാണ് നടക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് അവിടെയുള്ള ഓരോ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് പെർഫോമൻസ് അപ്രൈസലായിരുന്നു. പക്ഷെ തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് അത് അവലോകനം ചെയ്യുന്നത് അത് മാനേജ് ചെയ്യുന്നതൊക്കെയാണ് എന്തിൽ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ അല്ലെ പെർഫോമൻസ് മാനേജ്മെന്റിൽ പറയുന്നത്. മാനേജ്മെന്റ് എന്ന പദം എടുത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റിൽ അതാണ് വ്യക്തമാക്കി പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ.
അതായത് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് നമുക്കറിയാം ഒരു വലിയ വലിയ സ്ഥാപനത്തിലൊക്കെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അവരാണ് ഓരോ ഏരിയകളിലുള്ള ഓരോ ഡ്യൂട്ടിക്കാരൊക്കെ അവലോകനം ചെയ്ത് അവരുടെ പ്രകടനങ്ങളൊക്കെ എന്ത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരോടൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചറിഞ്ഞ് വല്ല ട്രെയിനിങ് ഒക്കെ വേണമെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്കറിയാം മൊത്തത്തിൽ ആ ഒരു ഓർഗനൈസേഷന്റെ HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നടപ്പിലാക്കുന്നത്. whereas managers are held responsible for performance management. അതേസമയം നമുക്കറിയാം ആ സമയത്തിൽ തന്നെ മാനേജ്മെന്റ് എന്താണ് ഇവരുടെ പ്രകടനം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയുന്നതനുസരിച്ചിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ്? അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല, ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് വെച്ചു, അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HRM ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വെച്ചു. അവിടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? ആക്ച്വലി അവിടെയുള്ള ജീവനക്കാരെ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ചെന്ന് അവിടെയുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അവിടെ വരുന്നത്, ആണോ? അതെ. അപ്പൊ ഇത്തരത്തില് ഇവര് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി ഇവർക്ക് നടപ്പാക്കാനുള്ള അധികാരം ഉണ്ടാവോ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, ഫീഡ്ബാക്കുകളൊക്കെ നോക്കാം. ഓക്കെ, അത് ഞാൻ ചോദിച്ചത് ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്ന് ഇവര് മനസ്സിലാക്കിയതിന് അത് അങ്ങനെ തന്നെ നടപ്പാക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, കാരണം നമുക്കറിയാം അവിടെ എന്തുണ്ട്, അവരുടെ അപ്പറായിട്ട് എന്താണ്, അവരുടെ മുകളിൽ ആരുണ്ട്? മാനേജ്മെന്റ് ഉണ്ട് അല്ലേ, മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്താൽ മാത്രം മാനേജ്മെന്റ് അവര് ഓക്കെ വില്ലിംഗ് ആണ്, നിങ്ങൾ ട്രെയിനിങ് കൊടുത്തോ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തോളൂ അല്ലെ. അപ്പൊ ഈ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യണം, അവരാണ് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അവിടെയുള്ള വ്യക്തികളുടെ എംപ്ലോയീസിന്. ഓക്കെ, അതാണ് ഇവിടെയുള്ള ഡിഫറൻസ്. മാനേജ്മെന്റിനാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പവർ ഉള്ളത്, പക്ഷെ ഓരോരുത്തരെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോയുള്ള തൊഴിലാളികളെയും ഒക്കെ എവാലുവേറ്റ് ചെയ്യുന്നത് വിലയിരുത്തുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ എടുത്ത് പറയുന്നത് HRS. അപ്പൊ ആ പോയിന്റ് മനസ്സിലാക്കുക. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ വെയർ മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, അവർ ഉത്തരവാദിത്തപ്പെടുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുക, തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ, മാനേജർമാരാണ് നടപ്പാക്കുന്നത്. Then performance appraisal is an operation tool to enhance the efficiency of employees. However, performance management is a strategic tool. അതായത് ഇവിടെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് വരുന്നത് പെർഫോമൻസ് അപ്രൈസൽ ടീമായിരിക്കും. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്? അവരായിരിക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ള റൂൾസ് അല്ലെ, തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങളൊക്കെ നിലപാടുകളൊക്കെ എടുക്കുന്നത് ആരായിരിക്കും? മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ, പെർഫോമൻസ് മാനേജ്മെന്റ് ആയിരിക്കും. ക്ലിയർ ആവുന്നില്ലേ? അല്ലേ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മളോട് മാനേജ്മെന്റിനോട് പറയാണ് അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസെന്റീവ്സ് കൊടുക്കണം, അവർക്ക് ലീവ് കൊടുക്കണം എന്നൊക്കെ ഇവര് പറയുന്നുണ്ടാവും. പക്ഷെ നടപ്പാക്കുന്നത് ആരായിരിക്കും? മാനേജ്മെന്റ് ലെവലിലാണ് അല്ലെ. അപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ടൂളാണ് അവിടെ പ്രയോഗികമാക്കുന്നത്. ഇവിടെ കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവലോകനങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇതിനെന്താണ്? പെർഫോമൻസ് അപ്രൈസൽ ഹാസ് ആൻ ഇന്റർജിസ്റ്റിക് അപ്രോച്ച് which is just opposite in the case of performance management. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ വ്യക്തിയുടെയും പ്രകടനം അല്ലെ, അത് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെയുള്ള പദ്ധതി ഓരോ വ്യക്തിയും വിശകലനം ചെയ്തിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസലിൽ നടക്കുന്നത്.
അതേസമയം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാനേജ്മെന്റ് അല്ലെ. അവര് മൊത്തത്തിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അവര് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്ക് ലീവ് ആവശ്യമാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ലീവ് കൊടുക്കാനൊക്കെ ശ്രമിക്കും. നമുക്കറിയാം ഓരോ ഘട്ടമായിട്ട് തീരുമാനങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുന്നത് എന്താണ് ഈ അപ്രൈസൽ ഇതെല്ലാം ആണല്ലോ അല്ലെ. പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ സിസ്റ്റം പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. അതൊരു സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നടപ്പാക്കാനുള്ള അധികാരമൊന്നും അവിടെ ഇല്ല. അതൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ വിലയിരുത്തുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കുന്നു, ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ ആലോചിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ്. അതേസമയം പ്രോസസ്സ് നടപ്പാക്കുന്നത് എവിടെയാണ്? നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിലാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയി പോകുന്നില്ലേ? നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കാരിഡ് ഓൺ ഇവന്റ്വലി ബട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതെങ്ങനെ ഇവന്റ്വലി ആയിട്ട് അല്ലെ, ഓരോ വിഭാഗക്കാരെയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഓരോരുത്തരെ വിലയിരുത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് നടപ്പാക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇവർ പറയുന്ന തീരുമാനങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിങ്ങനെ നടപ്പാക്കുന്നു, വീണ്ടും അല്ലെ അടുത്ത തീരുമാനങ്ങൾ വരുമ്പോൾ അത് ആലോചിക്കുന്നു, അത് നടപ്പാക്കുന്നു. ഓക്കെ, നടപ്പാക്കൽ പരിപാടികളൊക്കെ എന്താണ് മാനേജ്മെന്റ് ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് പറയുന്നതനുസരിച്ചിട്ട് അല്ലെ ഒക്കെ ആണെങ്കിൽ വില്ലിങ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിനാൻസ് ഒക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിലൊക്കെ അവര് അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. എന്താണ് നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഇൻഫ്ലെക്സിബിൾ ബട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഫ്ലെക്സിബിൾ. നമ്മളിപ്പോ ഓരോരുത്തർക്കും ഒരു ട്രെയിനിങ് ഒക്കെ അല്ലെ, ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പാക്കേജ് തന്നെയായിരിക്കും ആ ലെവലിലുള്ളത് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഒരു വാർഡിലുള്ള ഡ്യൂട്ടി എംപ്ലോയീസ് അല്ലെ, അതേമാതിരി തന്നെ ടെക്നിക്കൽ ഇതിലുള്ളത് അല്ലെങ്കിൽ ലാബിലുള്ള വർക്കേഴ്സ്, അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവരെ ഒന്നിച്ച് നിർത്തിയിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അല്ലെ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഇവർക്ക് ഈ ഓർഗനൈസേഷന്റെ ഈ HRM-ന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടത്തിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവരുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരു ഡിപ്പാർട്ട്മെന്റിന് തന്നെക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഇൻഫ്ലെക്സിബിൾ. അത് ചെയ്യാൻ പറ്റാത്തതാണ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഫ്ലെക്സിബിൾ. അവർക്ക് വേണമെങ്കിൽ നിലപാടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ പെർഫോമൻസ് അപ്രൈസൽ അഡ്ജസ്റ്റ്മെന്റ് ആർ മെയ്ഡ് retrospectively in a contrast performance management is a forward looking. അതായത് എപ്പോഴും ഇവരെന്താണ് പുനരവലോകനം അല്ലെ. പഴയ കാലഘട്ടത്തിലെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് നേട്ടങ്ങൾ ഉണ്ടായോ അതൊക്കെ അവലോകനം ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുന്നത് അല്ലെ. ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് എന്താണ് പെർഫോമൻസ് അപ്രൈസലിലൊക്കെ നോക്കുന്നത്. അതായത് പഴയ വർഷത്തേക്ക് നോക്കിയിട്ട് പുതിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതേസമയം എന്താണ് ഇവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എപ്പോഴും എന്താണ് മുന്നിലോട്ട് മാത്രം ലക്ഷ്യം കാണുന്നുള്ളൂ അല്ലെ. അവർക്ക് ഫ്യൂച്ചർ എങ്ങനെയെങ്കിലും ഭാവി എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവലോകനമൊന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നില്ല. മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇവര് അല്ലെ നമ്മുടെ പെർഫോമൻസ് അപ്രൈസിൽ കൊടുക്കുന്ന അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ മുമ്പിൽ എപ്പോഴും എന്താണ് ഫ്യൂച്ചറിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയറാണോ? നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയ വേണ്ടി ഒരു സ്ഥാപനത്തില് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു പോയിന്റ് നിങ്ങൾ ക്യാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. മറ്റേന്ന് പറയുമ്പോൾ അവിടെയുള്ള മാനേജ്മെന്റ് തിങ്കിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം ഡിസിഷനൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ലെവലിലാണ്. അത് നടപ്പാക്കുക എന്നൊക്കെ ഉള്ളത് മാനേജ്മെന്റ് ലെവലാണ്. ഇൻ കേസ് അത് അഡ്വൈസ് ചെയ്യാം അല്ലെ. ഇവർക്ക് ഇന്ന ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ ഇന്ന പാക്കേജുകൾ കൊടുക്കണം, ലീവ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം ആരാണ്? മാനേജ്മെന്റ് ലെവലിലാണ്. ഇത് വെച്ചും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും നിങ്ങൾ വായിച്ചിട്ട് വാ. ഇതൊരു ചെറിയ ഭാഗമാണ്, അതെന്തായാലും എടുക്കാനുള്ള സമയമില്ല. എന്തായാലും വായിക്കാം. പക്ഷെ മാത്രമേ ഉള്ളൂ, അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ഇത്.
അതായത് ഇത് എന്താ പറയുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാൻ ഇതിനോടൊപ്പം തന്നെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ഇതിന്റെ നേച്ചർ അല്ലെ, നമ്മൾ എന്താണ് ഡെഫിനിഷൻ കണ്ടു, നമ്മൾ കഴിഞ്ഞു പറഞ്ഞതാണ്. പറയേണ്ടതുണ്ടോ ഡെഫിനിഷൻ? മീൻസ് മീനിങ് പറയേണ്ടതുണ്ടോ? പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇറ്റ് അല്ലെ? ഇറ്റ് ഈസ് എ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഒരു സിസ്റ്റം മാത്രമാണ്. അത് പ്രോസസ്സ് നടപ്പാക്കുന്നത് മാനേജ്മെന്റ് ലെവലിലാണ് അല്ലെ. അതേമാതിരി തന്നെ ഇത് റിജിഡ് ആണ് അല്ലെ. ഇതിന്റെ റിജിഡ് എന്ന് പറയുന്നത് കർക്കശമായിട്ട് ഇവർക്ക് കൊണ്ട് നടപ്പാക്കാനായിട്ട് സാധിക്കണമെന്നില്ല, കർക്കശമായിട്ട് നിലപാടുകളൊക്കെ സ്വീകരിക്കും. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെയുള്ള വർക്കേഴ്സിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെ, അവരിൽ നിന്ന് മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് നേടിയെടുക്കാനായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക. അവിടെ എന്ന് പറയുന്നത് എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൃദുവായിട്ടുള്ള സമീപനം. മാനേജ്മെന്റിന് വേണമെങ്കിൽ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം, ഫ്ലെക്സിബിൾ ആണ് അല്ലെ. അവർക്ക് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ അവര് ശാന്തമായിട്ട് തന്നെ. ഒരിക്കലും മാനേജ്മെന്റ് എന്താണ് റിജിഡ് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കില്ല. കാരണം പുറത്തുനിന്ന് എന്താണ് അതിനുള്ള ഒരു അല്ലെ പേരുദോഷം വരും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എപ്പോഴും സപ്പിൾ ആയിരിക്കും, എന്ന് വെച്ചാൽ മൃദുവായിട്ടുള്ള രീതിയായിരിക്കും സ്വീകരിക്കുക. തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ ടൂള്, സ്ട്രാറ്റജിക് ടൂള്, നമ്മൾ പറഞ്ഞ നടപ്പാക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ അവലോകനം ചെയ്യുക. തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. മാനേജേഴ്സ് ആണ് ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. ദെൻ കണ്ടക്റ്റഡ് ആനുവലി, നമ്മൾ ആനുവലി ഒക്കെ എടുത്ത് നോക്കും അല്ലെ. ചില ഓർഗനൈസേഷനിലൊക്കെ മന്ത്ലി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു പറഞ്ഞ ഓരോ പെർഫോമൻസുകൾ. പക്ഷെ മോസ്റ്റ്ലി എന്താണ് ആനുവൽ ആയിട്ടെങ്കിലും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഇവിടെ എന്താണ് കണ്ടിന്യൂസ്ലി എന്ന് വെച്ചാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കി കൊണ്ടുവരുന്നത് മാനേജ്മെന്റ് ലെവലിൽ നിന്നാണ്. ദെൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തിയുടെയും പ്രകടനങ്ങൾ നോക്കി അല്ലെ, അത് വിലയിരുത്തിയിട്ടാണ് അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ ആ ഒരു ഏരിയയിലുള്ള ജീവനക്കാർക്ക് ട്രെയിനിങ് വേണോ, ഇൻസെന്റീവ്സ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ് ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല, ഒന്നിച്ച് അല്ലെ അവർക്ക് പറയുന്ന അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്, ദെൻ എന്താണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ എണ്ണം ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ അവിടെ ട്രെയിനിങ് വേണോ, അവർക്കൊക്കെ റിവാർഡ്. നമുക്കറിയാം ഒരുപാട് പേരുണ്ടെങ്കിൽ മാനേജ്മെന്റിന് ഒരു പക്ഷേ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലെ, കുറച്ചെന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ. അപ്പൊ എണ്ണത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവര് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ക്വാളിറ്റേറ്റീവ് നമുക്കറിയാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവര് എപ്പോഴും ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ക്വാളിറ്റിക്കാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് മുൻകാലങ്ങളെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അല്ലെ അവിടെ വരാനിരിക്കുക, ഇപ്പോഴും ഫ്യൂച്ചറിനെ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്, പേരുകൾ ഇത്തിരി മാറ്റുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്തായാലും വായിച്ചു നോക്കുക. നമ്മുടെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമോ? ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.